ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഹിസ്റ്റോറിയോഗ്രഫിയിൽ നിന്നുള്ള ടോപ്പിക്കാണ്. എഡ്വേർഡ് ഗിബൺ 1737 ജനിക്കുകയും 1794 മരണമടയുകയും ചെയ്ത ഇംഗ്ലണ്ടിലെ ഒരു ഹിസ്റ്റോറിയനാണ്. ഇംഗ്ലണ്ടിൽ ജനിച്ച ഹിസ്റ്റോറിയനാണ് എഡ്വേർഡ് ഗിബൺ. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഗിബൺ 1737 to 1794. Edward Gibbon represents the historiography of the Enlightenment era in England. എഡ്വേർഡ് ഗിബൺ ഇംഗ്ലണ്ടിലെ പ്രബുദ്ധ കാലഘട്ടത്തിന്റെ ചരിത്രരചനയെ പ്രതിനിധീകരിക്കുന്നു. He was one of those historians who were influenced by classical literature in their intellectual activity. തങ്ങളുടെ ബൗദ്ധിക പ്രവർത്തനങ്ങളിൽ ഗ്രീക്കോ റോമൻ പ്രാചീന സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ സ്വാധീനം ഉണ്ടായിരുന്ന ചരിത്രകാരന്മാരിൽ ഒരാളായിരുന്നു ഗിബൺ. He attained lasting fame by his monumental work, The Decline and Fall of the Roman Empire. The Decline and Fall of the Roman Empire എന്ന കൃതിയാണ് അദ്ദേഹത്തിന്റെ മോണുമെന്റൽ വർക്ക് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ഈ കൃതി അദ്ദേഹത്തിന് ശാശ്വത പ്രശസ്തി നേടിക്കൊടുക്കുകയുണ്ടായി. He was born at Putney in London in 1737. 1737 ലണ്ടനിലെ പുട്നിയിലാണ് അദ്ദേഹം ജനിച്ചത്. He belonged to a middle class family. ഒരു മധ്യവർഗ കുടുംബത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം. He could not enjoy the love and affection of his mother who died early in his life. ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ മരണമടയുകയും അത്തരത്തിൽ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആസ്വദിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വരികയും ചെയ്തു. He did his schooling at Putney. അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പുട്നിയിലായിരുന്നു. He developed a love for reading and he used his grandfather's library with interest and thrill for learning classical literature and history. വായനയോടുള്ള ഇഷ്ടം വളർത്തിയ അദ്ദേഹം ക്ലാസിക്കൽ സാഹിത്യവും ചരിത്രവും പഠിക്കാൻ വളരെ താല്പര്യത്തോടും ആവേശത്തോടും കൂടി തന്റെ മുത്തച്ഛന്റെ ലൈബ്രറി ഉപയോഗിക്കുകയുണ്ടായി. He mastered Latin and French and had an innate capacity for independent study. ലാറ്റിൻ, ഫ്രഞ്ച് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹത്തിന് സ്വതന്ത്ര പഠനത്തിനുള്ള സ്വതസിദ്ധമായ ഒരു കഴിവ് ഉണ്ടായിരുന്നു. He had no faith in dogmatic religion, so he changed from Protestantism to Catholicism and then again from Catholicism to Protestantism. അദ്ദേഹത്തിന് കർക്കശമായ മതത്തിൽ വിശ്വാസമില്ലായിരുന്നു. അതിനാൽ അദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് മതത്തിൽ നിന്ന് കത്തോലിക്ക മതത്തിലേക്കും എന്നാൽ പിന്നീട് വീണ്ടും കത്തോലിക്ക മതത്തിൽ നിന്ന് പ്രൊട്ടസ്റ്റന്റ് മതത്തിലേക്കും മാറുകയുണ്ടായി. His final conversion to Protestant communion brought about change in his intellectual life and it is reflected in his writings. പ്രൊട്ടസ്റ്റന്റ് കൂട്ടായ്മയിലേക്കുള്ള അദ്ദേഹത്തിന്റെ അവസാന പരിവർത്തനം അദ്ദേഹത്തിന്റെ ബൗദ്ധിക ജീവിതത്തിൽ മാറ്റം വരുത്തുകയും അത് അദ്ദേഹത്തിന്റെ രചനകളിൽ പ്രതിഫലിക്കുകയും ചെയ്തു. He was tremendously influenced by great philosophers like Montesquieu and Voltaire. Montesquieu, Voltaire തുടങ്ങി മഹാന്മാരായ തത്വചിന്തകർ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. He visited Lausanne, Switzerland and Rome. These visits also helped to the development of his intellectual pursuits. ലൗസന്നെ, സ്വിറ്റ്സർലൻഡ്, റോം എന്നീ സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും ഈ സന്ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ ബൗദ്ധിക പ്രവർത്തനങ്ങളുടെ വികാസത്തിന് സഹായിക്കുകയും ചെയ്തു. In 1776, he was elected to the parliament and listened to the sensational speeches of the eminent parliamentarians of the world like Sir Edmund Burke and Sheridan, who adorned the British Parliament.
1776 അദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ബ്രിട്ടീഷ് പാർലമെന്റിനെ അലങ്കരിച്ച സർ എഡ്മണ്ട് ബർക്ക് ഷെറിഡൻ തുടങ്ങിയ ലോകത്തെ പ്രമുഖ പാർലമെന്റ് അംഗങ്ങളുടെ വികാരാധീനമായ പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ ചരിത്രകാരൻ എന്ന നിലയിൽ ആരാധിക്കപ്പെടാൻ ഇത്തരത്തിൽ നിരവധി ഘടകങ്ങൾ അദ്ദേഹത്തിന്റെ രചനകളിൽ സ്വാധീനം ചെലുത്തുകയുണ്ടായി. Thus, so many factors influenced him in his writings to be adored as the greatest historian of his age. Collection of data is a Herculean task, and it has primary importance in historical writings. വിവരശേഖരണം വളരെ പ്രയാസമേറിയ കഠിനമായ ഒരു ജോലിയാണ്. ചരിത്രപരമായ രചനകളിൽ ഇതിന് പ്രാഥമികമായിട്ടുള്ള ഒരു പ്രാധാന്യവും ഉണ്ട്. Gibbon, being a great scholar in classical languages and literature, collection of data was not a problem for him. ക്ലാസിക്കൽ ഭാഷകളിലും സാഹിത്യത്തിലും ഗിബൺ ഒരു മികച്ച പണ്ഡിതനായതിനാൽ വിവരശേഖരണം അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിരുന്നില്ല. He studied the original records in classical languages, both published and unpublished, and utilized the researches made by others after making proper criticism. പ്രസിദ്ധീകരിച്ചതും പ്രസിദ്ധീകരിക്കാത്തതുമായ ക്ലാസിക്കൽ ഭാഷകളിലെ ഒറിജിനൽ രേഖകൾ അദ്ദേഹം പഠിക്കുകയും ശരിയായ വിമർശനത്തിന് ശേഷം മറ്റുള്ളവർ നടത്തിയ ഗവേഷണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. The scattered materials he collected were arranged after analyzing them critically. അദ്ദേഹം ശേഖരിച്ച സോഴ്സസ് വിമർശനാത്മകമായി വിശകലനം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ക്രമീകരിക്കുകയും അത് ചരിത്രരചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തത്. According to Marwick, Gibbon was scrupulous in his search of the available evidence, but that evidence was essentially the product of the 17th century erudition. മാർവിക് പറയുന്നതനുസരിച്ച് ലഭ്യമായ തെളിവുകൾ തിരയുന്നതിൽ അല്ലെങ്കിൽ അത് തിരഞ്ഞു കണ്ടെത്തുന്നതിൽ ഗിബൺ വളരെ ശ്രദ്ധാലുവായിരുന്നു. പക്ഷേ ആ തെളിവുകൾ അടിസ്ഥാനപരമായി 17ാം നൂറ്റാണ്ടിലെ ജ്ഞാനോദയത്തിന്റെ ഫലമാണ്. കാരണം എന്താന്ന് വെച്ചാൽ many important archives kept their doors closed to scholars. മുൻകാലങ്ങളിൽ പ്രധാനപ്പെട്ട പല ആർക്കൈവുകളും ഗ്രന്ഥശാലകളും പുരാഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥാപനങ്ങളും അവരുടെ വാതിലുകൾ പണ്ഡിതന്മാർക്ക് മുന്നിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ചരിത്രരചനയ്ക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ അക്സസിബിലിറ്റി സ്കോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരുന്നു ഈ ഒരു എൻലൈറ്റൻമെന്റ് കാലഘട്ടത്തിന് മുൻപ്, 17th സെഞ്ചുറിക്ക് മുൻപ്. The decline and fall of Roman Empire. The first volume of his immortal work, The Decline and Fall of the Roman Empire, was published in 1776. റോമൻ സാമ്രാജ്യത്തിന്റെ അധപ്പതനവും തകർച്ചയും എന്ന അദ്ദേഹത്തിന്റെ അനശ്വര സൃഷ്ടിയുടെ ആദ്യത്തെ വോളിയം 1776 പ്രസിദ്ധീകരിച്ചു. And he took 22 years to finish all the 6 volumes of this work. അദ്ദേഹത്തിന്റെ 6 വാല്യങ്ങളും പൂർത്തിയാക്കാൻ 22 വർഷമാണ് എടുത്തത്. It consists of 2 parts. ഇതില് ഈ വർക്കിൽ 2 ഭാഗങ്ങളുണ്ട്. Part 1 covers a period of Roman history for 460 years from the 2nd century AD in 4 volumes, and part 2 in 2 volumes covers a period of 800 years. അതായത് ഒന്നാം ഭാഗം റോമൻ ചരിത്രത്തിന്റെ AD 2ാം നൂറ്റാണ്ട് മുതൽ 460 വർഷക്കാലം വരെയുള്ള കാലഘട്ടത്തെ 4 വോളിയങ്ങളായിട്ടും രണ്ടാം ഭാഗം 2 വോളിയങ്ങളായിട്ട്. അപ്പൊ ആദ്യത്തെ പാർട്ടിന് 4 വോളിയങ്ങളുണ്ട്.
ആ 4 വോളിയത്തിൽ അടങ്ങിയിരിക്കുന്നത് AD 2-ാം നൂറ്റാണ്ട് മുതൽ 460 വരെ വർഷക്കാലം വരെയുള്ള റോമിന്റെ ചരിത്രമാണ്. 2-ാം ഭാഗത്തിൽ ഉൾക്കൊള്ളുന്നത് 800 വർഷത്തെ ചരിത്രമാണ്. അത് 2 വോളിയംസ് ആയിട്ടാണ് ഈ ചരിത്രം, 800 വർഷത്തെ ചരിത്രം ഈ 2-ാം പാർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. In the preface of his Decline and Fall of the Roman Empire, he wrote, "Wars and the administration of public affairs are the principal subjects of history." യുദ്ധങ്ങളും പൊതുകാര്യങ്ങളുടെ ഭരണ നിർവഹണവുമാണ് ചരിത്രത്തിലെ പ്രധാന വിഷയങ്ങൾ എന്ന് അദ്ദേഹം തന്റെ വർക്കിന്റെ, മോണുമെന്റൽ വർക്കിന്റെ ദ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ എന്ന കൃതിയുടെ ആമുഖത്തിൽ എഴുതുകയുണ്ടായി. He realized that history was the most popular of all forms of literature. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എല്ലാത്തരം സാഹിത്യങ്ങളിലും വെച്ച് ഏറ്റവും പ്രചാരമുള്ളത് ചരിത്രമാണ് എന്നാണ്. He explained the success of early Christianity in terms of exclusive zeal, the immediate expectation of another world, the claim of miracles, the practice of rigid virtue, and the constitution of the primitive church. ആദ്യകാല ക്രിസ്തുമതത്തിന്റെ വിജയം അദ്ദേഹം വിശദീകരിച്ചത് അതിന്റെ തീഷ്ണത, അതുപോലെ തന്നെ പരലോക ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, അത്ഭുതങ്ങൾ സാധ്യമാണെന്നുള്ള അവകാശവാദം, 7 കൽപ്പനകളുടെ കർശനമായിട്ടുള്ള പാലനം, ആദിമസഭയുടെ സ്ഥാപനം എന്നിവയിലൂടെയാണ് അദ്ദേഹം ക്രിസ്തുമതത്തിന്റെ ആദ്യകാല വിജയം അദ്ദേഹം വിശദീകരിക്കുന്നത്. He traced the progress of Christianity and the Roman government towards it. He did not see any danger in the ecclesiastical system. ക്രിസ്തുമതത്തിന്റെ പുരോഗതിയും റോമൻ ഗവൺമെന്റിന്റെ ക്രിസ്തുമതത്തിലേക്കുള്ള മാറ്റവും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ക്രിസ്തുമത സഭാ സമ്പ്രദായത്തിൽ, ചർച്ചിൽ അല്ലെങ്കിൽ എക്ലീസിയാസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അദ്ദേഹം ഒരു അപകടവും കണ്ടെത്തുകയുണ്ടായില്ല. ഒരു അപകടവും അദ്ദേഹം ഈ സഭാ സമ്പ്രദായത്തിൽ കണ്ടില്ല. He repudiated the theological interpretation of history by the church historians and denied the influence of supernatural forces in history. പക്ഷെ സഭാ ചരിത്രകാരന്മാർ നടത്തിയ ചരിത്രത്തിന്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള വ്യാഖ്യാനത്തെ അദ്ദേഹം നിരാകരിക്കുകയും ചരിത്രത്തിൽ അമാനുഷിക ശക്തികളുടെ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസിന്റെ സ്വാധീനം അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ he was also against Voltaire's scheme to crush the church. സഭയെ തകർക്കാനുള്ള വോൾട്ടയറിന്റെ പദ്ധതിക്ക് അദ്ദേഹം എതിരായിരുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. വോൾട്ടയറിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചിന്റെ കറപ്ഷനും ചർച്ചിലുണ്ടായിട്ടുള്ള അധപതനത്തിന്റെയും ഒക്കെ ഒരു റെമഡി എന്ന് പറയുന്നത് ഈ ഇതിനെ തന്നെ ഇല്ലാതാക്കുക, ഈ ചർച്ച് സിസ്റ്റത്തെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഗിബൺ എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റിന്, ഐഡിയോളജിക്ക് എതിരായിരുന്നു എന്നുള്ളതാണ്. He narrates the fortunes of the Roman Empire during the medieval times and its decay. മധ്യകാലഘട്ടത്തിലെ റോമൻ സാമ്രാജ്യത്തിന്റെ ഉയർച്ചയും അതിന്റെ അപജയവും അധപതനവും അദ്ദേഹം വിവരിക്കുന്നു. He identifies the absence of liberty as the fundamental defect of the empire. സ്വാതന്ത്ര്യത്തിന്റെ അഭാവമാണ് റോമൻ സാമ്രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ വൈകല്യമെന്ന് അദ്ദേഹം തിരിച്ചറിയുകയുണ്ടായി. ലിബർട്ടി ഈസ് ദി വാച്ച് വേർഡ് ഓഫ് ഡെമോക്രസി. സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ കാവലാളെന്ന് പറയുന്നത്. അണ്ടർ ബെനവലന്റ് ഡെസ്പോട്ടിസം പീപ്പിൾ മേ ബി ഹാപ്പി ബട്ട് ദേ ഡു നോട്ട് എൻജോയ് ലിബർട്ടി. ഗുണപരമായിട്ടുള്ള സ്വേച്ഛാധിപത്യത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ബെനവലന്റ് ഡെസ്പോട്ടിസത്തിന്റെ കീഴിൽ ആളുകൾ സന്തുഷ്ടരായിരിക്കാം, പക്ഷേ അവർ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നില്ല എന്ന് ഗിബൺ അഭിപ്രായപ്പെടുന്നു. Gibbon measured progress and civilization with the measuring rod of happiness, for which political freedom is an essential factor. സന്തോഷത്തിന്റെ അളവുകോലിലൂടെ ഗിബൺ പുരോഗതിയെയും നാഗരികതയെയും അളന്നു. അതിന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനിവാര്യമായ ഘടകമാണ് എന്ന് ഗിബൺ പറയുന്നു.
Gibbon belongs to the rationalist school of historians, and rationalism is the keynote of the Enlightenment historians. Gibbon ചരിത്രകാരന്മാരുടെ യുക്തിവാദി ചിന്താഗതിയിൽപ്പെട്ട അല്ലെങ്കിൽ യുക്തിവാദി സ്കൂൾ ഓഫ് തോട്ടിൽപ്പെട്ട ആളാണ്, ഹിസ്റ്റോറിയനാണ്. യുക്തിവാദമാണ് പ്രബുദ്ധ ചരിത്രകാരന്മാരുടെ അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് ഹിസ്റ്റോറിയൻസിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. Their central point of history is the sunrise of the modern scientific spirit which challenged superstitions, error, biased interpretation, inaccuracy, etc. പക്ഷപാതപരമായ വ്യാഖ്യാനം, കൃത്യതയില്ലായ്മ, അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ ചരിത്രരചനയിൽ ഉണ്ടാകുന്ന പിശകുകൾ മുതലായവയെ വെല്ലുവിളിച്ച ആധുനിക ശാസ്ത്രീയതയാണ് എൻലൈറ്റൻമെന്റ് ഹിസ്റ്റോറിയൻസിന്റെ ചരിത്രത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ, എറേഴ്സ്, പിശകുകൾ, ചരിത്രരചനയിൽ ഉണ്ടാകാറുള്ള പിഴവുകൾ, പക്ഷപാതപരമായിട്ടുള്ള വ്യാഖ്യാനം, ബയസ്ഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇനാക്യുറസി, കൃത്യതയില്ലായ്മ. അപ്പൊ ഈ കാര്യങ്ങളെയൊക്കെ വെല്ലുവിളിച്ച ആധുനിക ശാസ്ത്രീയത, ഒരു മോഡേൺ സയന്റിഫിക് സ്പിരിറ്റ് ആണ് ഈ എൻലൈറ്റൻമെന്റ് ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. The Enlightenment historians did not have any satisfactory theory of causation. പ്രബുദ്ധ ചരിത്രകാരന്മാർക്ക് അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് ഹിസ്റ്റോറിയൻസിന് കാര്യകാരണ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തിയറി ഓഫ് കാസേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ചരിത്രത്തെ ദൈവശാസ്ത്ര വ്യാഖ്യാനത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു ഈ ഒരു ചിന്താധാരയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവരതിൽ പൂർണ്ണമായും വിജയിക്കുകയും ചെയ്തു. The aim of this school, അതായത് എൻലൈറ്റൻമെന്റ് സ്കൂൾ, was to liberate history from the theological interpretation, and they completely succeeded in it. Gibbon was endowed with the extraordinary accuracy and acuteness of judgment of a typical rationalist. ചരിത്ര വിശകലനത്തിന്റെ കാര്യത്തിൽ ഒരു യുക്തിവാദിയുടെ അസാധാരണമായ കൃത്യതയും തീവ്രതയും ഗിബണ് ലഭിച്ചു. His devotion to original records and his rational and critical analysis and his search for the causes of problems made him a real rational historian of the Enlightenment school. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒറിജിനൽ റെക്കോർഡ്സിനോടുള്ള ഡിവോഷൻ, റാഷണൽ ആൻഡ് ക്രിട്ടിക്കൽ അനാലിസിസ്, സെർച്ച് ഫോർ കോസസ് ഓഫ് ദ പ്രോബ്ലംസ്. അപ്പോൾ ഒറിജിനൽ രേഖകളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും യുക്തിസഹവും വിമർശനാത്മകവുമായിട്ടുള്ള വിശകലനവും പ്രശ്നങ്ങളുടെ കാരണങ്ങൾക്കായുള്ള അന്വേഷണവും അദ്ദേഹത്തെ ജ്ഞാനോദയ വീക്ഷണഗതിയിലെ അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് ഹിസ്റ്റോറിയോഗ്രഫിയിലെ സ്കൂൾ ഓഫ് തോട്ടിലെ ഒരു യഥാർത്ഥ യുക്തിവാദി ചരിത്രകാരനാക്കി മാറ്റുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ചരിത്രരചനയിൽ പ്രധാനമായും അദ്ദേഹം ആശ്രയിച്ചിരുന്നത് ഒറിജിനൽ റെക്കോർഡ്സിനെ തന്നെയാണ്, യഥാർത്ഥ സ്രോതസ്സുകളെ തന്നെയാണ് അദ്ദേഹം ആശ്രയിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റാഷണൽ ആൻഡ് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ഹിസ്റ്ററി, അദ്ദേഹത്തിന് കിട്ടുന്ന സോഴ്സസിനെ അധികം റാഷണലായും ക്രിട്ടിക്കലായിട്ടുമാണ് വിശകലനം ചെയ്തത്. അതുപോലെ തന്നെ ഓരോ പ്രോബ്ലംസിന്റെയും കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ അദ്ദേഹം നടത്തിയ ശ്രമവും അദ്ദേഹത്തെ ഒരു റാഷണൽ ഹിസ്റ്റോറിയനാക്കി മാറ്റി. He also finds the motive force of history in human irrationality of the medieval age. മധ്യകാലഘട്ടത്തിലെ മനുഷ്യന്റെ യുക്തിരാഹിത്യത്തിൽ ചരിത്രത്തിന്റെ പ്രേരക ശക്തി ഉണ്ടെന്നും അദ്ദേഹം കണ്ടെത്തുന്നു. His writings created the transcendental unity of the irrationality of the medieval age and the rationalism of the modern age. അദ്ദേഹത്തിന്റെ രചനകളിൽ മധ്യകാലഘട്ടത്തിലെ യുക്തിരാഹിത്യത്തിന്റെയും
ആധുനിക യുഗത്തിന്റെ യുക്തിവാദത്തിന്റെയും ഒരു അതീന്ദ്രിയമായ ഐക്യം കാണാൻ സാധിക്കുന്നുള്ളത്. അപ്പോൾ മിഡീവൽ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ഇറാഷണാലിറ്റി എന്ന് പറയുന്നത്, യുക്തിയില്ലായ്മ. എന്നാൽ ആധുനിക കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റാഷണാലിസമാണ്, യുക്തിസഹമായിട്ടുള്ള ചിന്ത മോഡേൺ ഏജിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് കാലഘട്ടത്തിന്റെയും ഒരു അതീന്ദ്രിയമായിട്ടുള്ള ഒരു ഐക്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ഓഫ് ദി ഏജ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹ്യൂമാനിസം, റാഷണാലിസം ആൻഡ് സെക്യുലാരിസം. ജ്ഞാനോദയത്തിന്റെ ചരിത്രരചനയിൽ മാനവികത, യുക്തിവാദം, മതേതരത്വം എന്നിവ ഉണ്ടായിരുന്നു. Therefore, the age saw the abolition of social evils like slavery. അതിനാൽ അടിമത്തം പോലെയുള്ള സാമൂഹിക തിന്മകൾ ഈ യുഗത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ലാതാകുന്നത് നമുക്ക് അത് അബോളിഷ് ചെയ്യപ്പെടുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. The authority of the church and autocrats declined and republican ideas began to grow and spread. സഭയുടെയും സ്വേച്ഛാധിപതികളുടെയും അധികാരം ഈ കാലഘട്ടത്തിൽ കുറയുകയും, എൻലൈറ്റൻമെന്റ് എറയിൽ കുറയുകയും, റിപ്പബ്ലിക്കൻ ആശയങ്ങൾ വളരുകയും വ്യാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഫ്യൂഡലിസം ഡിക്ലൈൻഡ് ആൻഡ് സൊസൈറ്റി ബിക്കെയിം ഡെമോക്രാറ്റിക്. ഫ്യൂഡലിസം കുറയുകയും ഫ്യൂഡലിസം ഇല്ലാതാവുകയും സമൂഹം ജനാധിപത്യപരമായി തീരുകയും ചെയ്തു. അതും ഈ എൻലൈറ്റൻമെന്റ് കാലഘട്ടത്തിന്റെ ഒരു ഫീച്ചറാണ്, ജ്ഞാനോദയ യുഗത്തിന്റെ പ്രത്യേകതയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മെറിറ്റ്സ് അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്? ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിൽ, ഹിസ്റ്റോറിയൻ എന്ന നിലയിൽ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് അദ്ദേഹം നേടിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, his greatest achievement as a historian is that he bridged the gulf between the irrationalism of the Middle Ages and the rationalism of the modern age and thus established the fundamental unity in history. ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം മധ്യകാലഘട്ടത്തിലെ യുക്തിരാഹിത്യവും ആധുനിക യുഗത്തിലെ യുക്തിവാദവും തമ്മിലുള്ള വിടവ് നികത്തുകയും അങ്ങനെ ചരിത്രത്തിൽ ഒരു അടിസ്ഥാനപരമായ ഐക്യം സ്ഥാപിക്കുകയും ചെയ്തു എന്നതാണ്. As a historian, he never arrived at conclusions with the second-hand accounts, but only after consulting the available primary source materials. ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ മറ്റൊരാൾ വഴി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരിക്കലും നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടില്ല. അതായത് സെക്കൻഡറി സോഴ്സസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരിക്കലും നിഗമനങ്ങളിൽ എത്തിച്ചേർന്നില്ല. പകരം തനിക്ക് ലഭ്യമായ പ്രാഥമിക ഉറവിടങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി സോഴ്സസ് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ്, ഒറിജിനൽ സോഴ്സസ് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം തന്റെ നിഗമനങ്ങൾ രൂപീകരിച്ചത്. അതും അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു മെറിറ്റ് ആയിരുന്നു. His unbiased, non-partisan and objective interpretation contributed to the growth of secular history. അദ്ദേഹത്തിന്റെ പക്ഷപാതരഹിതവും വസ്തുതാപരവും വസ്തുനിഷ്ഠവുമായ വ്യാഖ്യാനം മതേതര ചരിത്രത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. Being a rationalist, he was happy to discuss the success and failures of Christianity. അതായത് ഒരു യുക്തിവാദി എന്ന നിലയ്ക്ക് ക്രിസ്തുമതത്തിന്റെ വിജയങ്ങളും പരാജയങ്ങളും ചർച്ച ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു. He believed in the golden age when his human reason ruled over the happy world, the Antonine period. Antonine period എന്ന് പറയുന്നത് റോമൻ കാലഘട്ടത്തിന്റെ ഗോൾഡൻ ഏജ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഗോൾഡൻ ഏജ് ഓഫ് റോം. ഈ കാലഘട്ടത്തില് റോം ഭരിച്ചിരുന്നത് 7 റോമൻ എംപറേഴ്സിന്റെ ഒരു ഡൈനാസ്റ്റിയാണ്. A dynasty of 7 Roman emperors from 96 AD to 192 AD. 96 AD തൊട്ട് 96 AD തൊട്ട് 192 AD വരെ 7 റോമൻ ചക്രവർത്തിമാരടങ്ങുന്ന ഒരു ഡൈനാസ്റ്റിയാണ് റോം ഭരിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തെ അറിയപ്പെടുന്നത്
ആന്റോണിൻ പീരീഡ് എന്നാണ്, ആന്റോണിൻ കാലഘട്ടം എന്നാണ്. അപ്പൊ ഈ ഭരണകാലഘട്ടം റോമിന്റെ സുവർണ കാലഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ മനുഷ്യയുക്തി, ഹ്യൂമൻ റീസൺ ഭരിച്ച ഈ ഒരു കാലഘട്ടത്തിൽ, ആന്റോണിൻ കാലഘട്ടത്തിൽ, ഈ സുവർണ യുഗത്തിൽ അദ്ദേഹം വിശ്വസിക്കേണ്ടായി, ഗിബൺ വിശ്വസിച്ചു. According to R.G. Collingwood, this conception of the golden age in the past gives Gibbon a rather special place among the Enlightenment historians and assimilates him on the one hand to his predecessors, the humanists of the Renaissance, and on the other to his successors, the Romanticists at the close of the 18th century. അപ്പം പ്രസിദ്ധ ഹിസ്റ്റോറിയൻ R.G. Collingwood പറയുന്നതനുസരിച്ച് ഭൂതകാലത്തെ ഈ ഗോൾഡൻ ഏജിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ സുവർണ കാലഘട്ടത്തെ കുറിച്ചുള്ള ധാരണ ഗിബണിന് പ്രബുദ്ധ ചരിത്രകാരന്മാർക്കിടയിൽ, എൻലൈറ്റൻമെന്റ് ഹിസ്റ്റോറിയൻസിനിടയിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഗിബന്റെ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ മുൻഗാമികളായ ഹ്യൂമാനിസ്റ്റുകൾ അല്ലെങ്കിൽ മാനുഷികവാദികൾ, റിനൈസൻസ് കാലഘട്ടത്തിലെ ഹ്യൂമാനിസ്റ്റുകളുടെയും അദ്ദേഹത്തിന്റെ സക്സസേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിൻഗാമികളായിട്ടുള്ള റൊമാൻറ്റിസിസ്റ്റുകളുടെയും കാൽപ്പനികവാദികളുടെയും ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. He is noted for his excellent style with literary art to present the narratives. സാഹിത്യകലയിലെ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ സാഹിത്യകലയിലെ ആഖ്യാനങ്ങൾ മികച്ച ശൈലിയിൽ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. ഹീസ് ഓൾസോ പ്രൈസ്ഡ് ഫോർ ദ ബ്യൂട്ടി ആൻഡ് എലഗൻസ് ഓഫ് ഹിസ് ലാംഗ്വേജ്. അദ്ദേഹത്തിന്റെ ഭാഷയുടെ ഒരു സൗന്ദര്യവും ചാരുതയും അദ്ദേഹത്തെ പ്രത്യേക പ്രശംസയ്ക്ക് അർഹനാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് അദ്ദേഹത്തിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ് എന്ന് നോക്കാം. എന്തെങ്കിലും കോട്ടം അദ്ദേഹത്തിന്റെ ഈ തത്വത്തിലുണ്ടോ, ഹിസ്റ്ററി റൈറ്റിംഗിലുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കേണ്ടത്. മാർവിക് സ്റ്റേറ്റ്സ് ദാറ്റ് ഗിബൺ വാസ് സീരിയസ്ലി ഇൻ എറർ ഇൻ ഡിപ്രീഷിയേറ്റിംഗ് ദ അച്ചീവ്മെന്റ്സ് ഓഫ് ദ ബൈസാന്റൈൻ എംപയർ. ബൈസന്റൈൻ എംപയറിന്റെ അല്ലെങ്കിൽ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ നേട്ടങ്ങൾ കുറച്ചു കാണിക്കുന്നതിലൂടെ ഗിബണിന് ഗുരുതരമായിട്ടുള്ള പിഴവുണ്ടായെന്ന് പ്രശസ്ത ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള മാർവിക് പറയുന്നു. He failed to expose the spiritual influence of Christianity and its service to the cause of the downtrodden. ക്രിസ്തു മതത്തിന്റെ ഒരു ആത്മീയ സ്വാധീനം, അതായത് ജനങ്ങളിൽ ക്രിസ്തുമതത്തിനുള്ള ഒരു ആത്മീയ സ്വാധീനവും അടിച്ചമർത്തപ്പെട്ടവർക്കുള്ള അതിന്റെ സേവനവും, ക്രിസ്തുമതം അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി, ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള സേവനങ്ങളും തുറന്നു കാട്ടുന്നതിൽ ഗിബൺ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. He is wrong to write that the potent cause of the decline of the Roman Empire was Christianity. റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ പ്രധാന കാരണം ക്രിസ്തുമതമാണ് എന്ന് അദ്ദേഹം എഴുതുന്നത് തെറ്റാണ് എന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. He was least concerned with the common man, society, customs, manners and culture of the people. ജനങ്ങളുടെ സംസ്കാരം, സാധാരണക്കാർ, അതുപോലെ തന്നെ സമൂഹം, ആചാരങ്ങൾ, പെരുമാറ്റം. അപ്പൊ സാധാരണക്കാർ, സമൂഹം, ആചാരങ്ങൾ, പെരുമാറ്റം, ജനങ്ങളുടെ സംസ്കാരം എന്നിവയിൽ അദ്ദേഹത്തിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്ര രചനയിൽ അദ്ദേഹം ഈ കാര്യങ്ങൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഹി ഫെയിൽഡ് ടു പിക്ചർ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട്സ് ഓഫ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദ ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഗ്ലോറി ഓഫ് ദ റോമൻസ്. ജനങ്ങളുടെ ജീവിതത്തിന്റെ, റോമൻ ജനതയുടെ ജീവിതത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വശങ്ങളും അതുപോലെ തന്നെ റോമാക്കാരുടെ കലാപരവും സാംസ്കാരികവുമായിട്ടുള്ള മഹത്വവും ചിത്രീകരിക്കുന്നതിൽ ഗിബൺ പരാജയപ്പെടുകയുണ്ടായി. അപ്പൊ ഇത്രയുമാണ് ക്രിട്ടിക്സിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിനുള്ള ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. According to Gibbon, history is the most popular species of writing since it can adapt itself to the highest or lowest capacity.
ഗിബണിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രചാരമുള്ള റൈറ്റിംഗ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രചാരമുള്ള എഴുത്തിന്റെ ഇനം എന്ന് പറയുന്നത് ചരിത്രമാണ്. കാരണം അതിന് ഏറ്റവും ഉയർന്നതോ താഴ്ന്നതോ ഉള്ളതായ ശേഷിയുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള റീഡേഴ്സ് ആണെങ്കിലും ശരി, സാധാരണക്കാരായിട്ടുള്ള റീഡേഴ്സ് ആണെങ്കിലും ശരി, രണ്ടു കൂട്ടരുടെയും അറിയുവാനുള്ള ആഗ്രഹത്തെ അല്ലെങ്കിൽ വിജ്ഞാന ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ ചരിത്രത്തിന് സാധിക്കും എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. To him, history is little more than the crimes, follies and misfortunes of mankind. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ കുറ്റകൃത്യങ്ങളുടെ വിവരണം, വിഡ്ഢിത്തങ്ങളുടെ വിവരണം, നിർഭാഗ്യങ്ങളുടെ വിവരണം എന്നുള്ളതിനേക്കാൾ വളരെ ഉയരെയാണ് എന്നാണ്. അപ്പം ചരിത്രം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ഇതിലും ഉയരത്തിലാണ് ചരിത്രം എന്നാണ് ഗിബൺ പറയുന്നത്. ഗിബൺ വാസ് എ മാൻ ഓഫ് ജീനിയസ് and he did the vital work of collecting and criticizing historical records. പ്രതിഭാശാലിയായ ഒരു വ്യക്തിയായിരുന്നു ഗിബൺ. ചരിത്രരേഖകൾ ശേഖരിക്കുന്നതിനും വിമർശിക്കുന്നതിനുമുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനം അദ്ദേഹം ചരിത്രരചനയിൽ ചെയ്യുകയുണ്ടായി. It paved the way for the 19th century establishment of disciplined historical study. 19ാം നൂറ്റാണ്ടിൽ അച്ചടക്കമുള്ള ചരിത്ര പഠനം സ്ഥാപിക്കുന്നതിന് ഇത് വഴിയൊരുക്കി. ഇറ്റ് ഡെസ്ട്രോയ്ഡ് ദ തിയോളജിക്കൽ ബേസിസ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. ചരിത്രരചനയുടെ ദൈവശാസ്ത്രപരമായ അടിത്തറയെ അത് നശിപ്പിച്ചു. He had no satisfactory theory of historical causation, but his historical writings led to the growth of rational historiography and historical method. ചരിത്രപരമായ കാരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് തൃപ്തികരമായ ഒരു സിദ്ധാന്തമില്ലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ചരിത്രരചനകൾ യുക്തിസഹമായ, അതായത് റാഷണൽ ഹിസ്റ്റോറിയോഗ്രഫിയുടെയും ചരിത്ര രീതിയുടെയും ഹിസ്റ്റോറിക്കൽ മെത്തേഡിന്റെയും വളർച്ചയിലേക്ക് നയിച്ചു. അപ്പോൾ ഇത്രയുമാണ് എഡ്വേർഡ് ഗിബണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.